അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഇതാ വേഗം കിച്ചണിൽ വന്നിട്ട് ആദ്യം അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വെന്തോളും. പിന്നെ ചിഞ്ചുമോൾക്ക് ഗ്ലാസ് ഉണ്ട് കേട്ടോ, അപ്പോൾ ചോറ് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മൈദയും അതേപോലെ തന്നെ പിന്നെ റവയും ചേർത്തിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവ് തന്നെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഒക്കെ എടുക്കാം കേട്ടോ. എൻ്റെ അടുത്തുള്ള റവ ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ റവ കൊണ്ടുവരുന്ന സമയത്ത് നല്ലോണം വറുത്തിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് വറുത്ത് ചൂടാറിയിട്ട് ഇങ്ങനെ ബോട്ടിലാക്കി വെക്കലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ റവ കേട് വരില്ല. പിന്നെ കുറേ കഴിഞ്ഞാൽ അതിലിങ്ങനെ പ്രാണികളും അങ്ങനെയുള്ളതൊക്കെ വരുമല്ലോ. പിന്നെ ഞാൻ ഇതിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ എത്രത്തോളം ഇടുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കപ്പാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് ഒക്കെ കൂടെ നല്ലോണം കൈവച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ അതിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു രൂപത്തിലാക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. എന്നാൽ പിന്നെ ഒരുപാട് ടൈറ്റ് ആവും ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പരത്തി എടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ നമ്മൾ അപ്പം ചുടുന്ന അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു അപ്പച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാവ് കൈ കൊണ്ട് തന്നെ അതിന് എടുത്തിട്ട് ഇതാ ചട്ടിയിൽ ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. കൈ പച്ചവെള്ളത്തിലൊന്ന് മുക്കിയാൽ മതി. എന്നിട്ട് ഇതേപോലെ അപ്പത്തിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ചട്ടി നല്ല ചൂടുണ്ടെങ്കിൽ പിന്നെ തീ കുറച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൈയൊക്കെ പൊള്ളിപ്പോവും. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഓയിലാക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിലാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓയിലൊക്കെ കുറക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്ക് ഓയിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ടേ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കട്ടൻ ചായൻ്റെ കൂടെ തന്നെ ഇത് കഴിക്കാൻ. പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, ചിഞ്ചുമോൾക്ക് മാത്രമേ ഉള്ളൂ സ്കൂൾ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയേടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിഞ്ചുവിന് കൊടുക്കാൻ ഇവിടെ കുറച്ച് ബീഫ് ഉണ്ട് ഇന്നലത്തത്. അപ്പോൾ അതും ഈ അപ്പം കൂട്ടിയിട്ട് ഓള് കഴിച്ചോളും. മറ്റവർക്കൊന്നും അങ്ങനെ കറി നിർബന്ധമൊന്നുമില്ല. കറി ഉണ്ടെങ്കിൽ കറിയും കൂട്ടിയിട്ട് കഴിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങയൊക്കെ ചിരകിയിട്ട് അപ്പം ആകുമ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ തന്നെ അവരൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഈ ഒരു അപ്പം നമ്മൾ ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കണ അപ്പമാണ് കേട്ടോ. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണെന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ടേനും. പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചു. പിന്നെ ചിഞ്ചുമോൾക്ക് കൂട്ടാൻ ഓളന്നെ ഒന്ന് ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോവാണ്ടേനും മക്കളായിട്ട് ലാബിൽ പോകാനുണ്ടേനും ഓരോ ബ്ലഡും അതേപോലെ കഫം ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടേനും. റിച്ചുവിൻ്റെ കഫം വെറും വയറ്റിൽ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിന് ഡോക്ടറെ കാണിച്ചപ്പോൾ. ഈ ബാലറ്റ് ടി വി ഉണ്ടോ എന്ന് നോക്കാനാണ് കേട്ടോ. അവനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചുമ വരും അതേപോലെ ഇടയ്ക്ക് പനി ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. ബ്ലഡും ടെസ്റ്റ് ചെയ്യണം കഫവും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ലാബിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഓൻ്റെ ബ്ലഡ് എടുക്കാൻ ഓൻ അയക്കണമെന്നല്ല കേട്ടോ. ഓനക്ക് പേടിയാണ് കേട്ടോ, നല്ല വേദന ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള തോന്നലാണ്. പിന്നെ വലിയതായിട്ട് അങ്ങനെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. 5ാം വയസ്സത്തെ കുത്തിവെപ്പ് എടുത്തതാണ്. പിന്നെ ഇനിയിപ്പോൾ 10 വയസ്സ് ആവണുള്ളൂ, ഏപ്രിലേക്ക് ആവുള്ളൂ. അപ്പോഴാണ് ഇനിയിപ്പോൾ 10 വയസ്സിൻ്റെ കുത്തിവെപ്പ് എടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരലില്ല, ഇഞ്ചക്ഷനൊന്നും വെക്കലുമില്ല. അപ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടാവും എന്നുള്ള ആ ഒരു പേടിയിലാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ദിക്കറൊക്കെ ചെല്ലിക്കണ്. അങ്ങനെ ഓൻ്റെ ബ്ലഡൊക്കെ എടുത്ത് പിന്നെ മഞ്ജുമോളത് ഉണ്ടിനി എടുക്കാൻ. മഞ്ജുമോൾക്ക് പിന്നെ രക്തത്തിൻ്റെ അളവ് കുറവാവലാണ്. അപ്പോൾ കയ്യും കാലും കുഴയലും അതേപോലെ തല ചുറ്റലും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ക്ഷീണം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തല ചുറ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചേനി. അപ്പോൾ ഓളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി തന്നിട്ടുണ്ടേനി. അപ്പോൾ ഓളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. പക്ഷേ മഞ്ജുമോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ കിട്ടിയപ്പോൾ ബ്ലഡിൻ്റെ അളവൊക്കെ ഇപ്പോൾ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിച്ചുവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബ്ലഡ് കുറവുണ്ട്. അതേപോലെ തന്നെ
പിന്നെ അലർജി ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ടാണ് ചുമ മാറാത്തതെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ കഫം ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊന്നും കിട്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ 1 മണിക്കൂർ ലാബിൽ ഇരിക്കേണ്ടി വന്നു. റിസൾട്ടൊക്കെ കിട്ടാൻ 1 മണിക്കൂർ കഴിയണം. പിന്നെ റിസൾട്ട് കിട്ടിയിട്ട് അത് ഡോക്ടറെ കാണിക്കണം. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി. പിന്നെ അപ്പോഴത്തേന് മക്കൾക്കൊക്കെ വിശന്നിട്ടുണ്ടേനും. അപ്പോൾ ഓർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ റിച്ചുവിന് ചുമയാണ്, എന്നാലും ഓൻ അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എപ്പോഴൊന്നും ഇല്ലല്ലോ, എപ്പോഴേലൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട്. തണുപ്പ് കഴിക്കണത് അത്ര നല്ലതൊന്നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. എന്നാലും പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 4 ആളും അവിൽ മിൽക്കൊക്കെ കുടിച്ചു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനിയിപ്പോൾ ചോറിന് കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പും ദാഹമൊക്കെ പോകുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇനി വീണ്ടും കിച്ചൺ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിനൊന്നും ഉപ്പേരി ഉണ്ടാക്കുന്നത് ചീരയാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ കഴുകി ചീര ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് ഉണ്ടാക്കിയിട്ട് വേണം കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ ഭയങ്കര ബേജാറാണ് കേട്ടോ മനസ്സിൽ. റിച്ചുവിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഈ പനി ചുമയൊക്കെ. അപ്പോൾ എന്താണെന്ന് അറിയില്ല. എത്ര മരുന്ന് കുടിച്ചു കഴിഞ്ഞാലും മരുന്ന് കുടിക്കുമ്പോൾ മാറും. പിന്നെ വീണ്ടും പിറ്റത്തെ ആഴ്ച ആകുമ്പോഴത്തേന് വീണ്ടും അവന് ചുമ തുടങ്ങും. കഫം നല്ലോണം ഉണ്ടാവും. ഒന്നേരം ഇങ്ങനെ ഈ പൊടിയിലൊക്കെ കളിച്ചിട്ട് കേൾക്കാരം. ഇപ്പോൾ അലർജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ. അപ്പോൾ അതൊക്കെ കേൾക്കാരം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ ഒരു സമാധാനമായി. ഇനിയിപ്പോൾ കഫത്തിൻ്റെ റിസൾട്ടും കൂടെ കിട്ടണം. അപ്പോൾ ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിക്കണ്. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിക്കണ്, കുറച്ച് കാന്താരി മുളകും. അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ ചട്ടിയൊക്കെ പിന്നെ അടുപ്പത്ത് വെച്ചെടുത്ത് ചൂടായപ്പോൾ ഞാൻ അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ വറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിനി കുറച്ച്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്ന് മൂത്ത് വന്നിട്ട് പിന്നെ ഞാൻ തേങ്ങ ചിരവി വെച്ചിനി അതും, അതേപോലെ ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ച് എടുത്തിനി, അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് നമ്മൾ ചീര അരിഞ്ഞ് വെച്ചിനല്ലോ, അരിഞ്ഞ് വെച്ച ചീര ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുത്തിട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ചീര. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചീര ഉപ്പേരി ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കലൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ അതിൽ തന്നെ ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അത് അടച്ച് വെച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിന് കേട്ടോ ഇതിൽ, ആവിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടായതാണ് തോന്നുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് തുറന്ന് വെച്ച് അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം മീൻ പിന്നെ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ടേന്. അപ്പോൾ ചീരപ്പേരി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പത്ത് മണ്ണിൻ്റെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള സവാളയും അതേപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിനി. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കൽ. ഇന്നിപ്പോൾ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ അരിഞ്ഞു വെച്ചിനി, അത് ചേർത്ത് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. മീൻ കറി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. പിന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടേനി, ഒരു സവാളിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, വലിയൊരു സവാളേനും. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകൊക്കെ അതിൻ്റെ ഇടയിൽ ചേർത്തിട്ടുണ്ടേനി. പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചീരയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ചീര ഞാനിനി ആ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്താൽ വലിയ പാത്രത്തിൽ കുറച്ച് സാധനമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറ്റി കൊടുക്കലുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴുകി വെക്കും. അപ്പോൾ കൗണ്ടർ ടോപ്പുമൊക്കെ നോക്കാൻ കഴിയൂല, അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ കുറച്ച് സാധനങ്ങളുള്ളൂ എന്നുണ്ടെങ്കിൽ. ഇത് വലിയ ഒരു ചട്ടിയാണ് കേട്ടോ. ഇതും നമുക്ക് ഇൻഡസ് വാലിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തന്ന കടായിയാണ് കേട്ടോ, സ്റ്റീലിൻ്റെ നല്ല കടായിയാണ് ഇതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കലുണ്ട്. എന്നാലും ഇന്നലത്തെയൊക്കെ കമൻറ്റ് ബോക്സിൽ ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വാങ്ങിക്കോളണ്ടിട്ടോ. നല്ല പ്രൊഡക്റ്റുകളാണൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങനെ പറയാത്തത്. എന്നാലും അധികം വീഡിയോസിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയലുണ്ട്. അപ്പോൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പിന്നെ ഒരു ചടപ്പേക്കാരം എന്നും ഇവള് തന്നെ പറയണമെന്ന് വിചാരിക്കും. അപ്പോൾ പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ടേനി. പിന്നെ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പം
പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ചാറ് കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ മീൻ മുളക് കറി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാനിതാ കഴുകി വെച്ച മീനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെക്കാണ് കേട്ടോ. ഇനി നല്ലോണം തിളച്ച് മീനൊക്കെ വെന്ത് വരട്ടെ. അങ്ങനെ മീൻ കറിയൊക്കെ വെന്തു, അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. പിന്നെ മക്കൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ നമ്മൾ കറിയൊക്കെ വെച്ചതിന് ശേഷം അപ്പം തന്നെ വിളമ്പാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കറി എടുക്കാണ് കേട്ടോ നല്ലത്. എന്നാലുള്ളൂ മീനിൽ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.